ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. എം പി രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത VT ബൽറാം. തന്റെ ഫേസ്ബുക്ക് പേജിലാണ് പരസ്യ സംവാദത്തിന് തയ്യാറെന്ന് അറിയിച്ച് VT ബൽറാം പോസ്റ്റ് ഇട്ടത്. കുറച്ചു നാളുകളായി തൃത്താലയിൽ വെല്ലുവിളി രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ MP രാജേഷാണ് ആദ്യം സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. ഇതിന് മറുപടിയുമായി VT ബൽറാം എത്തിയാൽ വീണ്ടും MP രാജേഷ് സംവാദത്തിന് ക്ഷണവുമായി വരും. ഇതേ തുടർന്ന് UDF തൃത്താല നിയോജകമണ്ഡലം കൺവെൻഷനിൽ VT ബൽറാം വെല്ലുവിളി ഏറ്റെടുത്തത്. പക്ഷേ ആദ്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംവാദം നടത്തട്ടെ, അതിനുശേഷം ആദ്യത്തെ സംവാദം തൃത്താലയിലാവാമെന്നാണ് VT ബൽറാം പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. നേരിട്ടുള്ള സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ക്ഷണം മുഖ്യമന്ത്രി സ്വീകരിച്ചതായി വാർത്ത വരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന ഇക്കാര്യം ഇപ്പോഴാണ് സ്വീകരിക്കപ്പെടുന്നത്. തീയതിയും സ്ഥലവും പ്ലാറ്റ്ഫോമും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നറിയുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടന്നതിന് തൊട്ടു പിന്നാലെ തൃത്താല മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥിയുമായി അത്തരമൊരു സംവാദത്തിന് ഞാനും UDFും തയ്യാറാണ്. 10 വർഷവും 5 വർഷവും എന്ന താരതമ്യത്തിലെ അസമത്വം പോലും പരിഗണിക്കേണ്ടതില്ല. ഭരണപക്ഷ MLA എന്ന നിലയിലെ 2011-16 കാലത്തെ എൻ്റെ 5 വർഷവും ഭരണപക്ഷത്തെ പ്രമുഖ മന്ത്രിയും സ്പീക്കറും എന്ന നിലയിലെ എതിർ സ്ഥാനാർത്ഥിയുടെ 2021-26 കാലത്തെ 5 വർഷവും തന്നെ താരതമ്യത്തിനെടുക്കാം. വസ്തുതകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ തൃത്താലയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ബെസ്റ്റ് എന്ന്. തൃത്താലക്കാർ തന്നെ പറയട്ടെ നിലവിലെ അവസ്ഥയിൽ അവർ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ എന്ന്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.